പ്രേക്ഷകരെ ഹൈ ഫൈവ് തുടങ്ങുകയാണ്. നോക്കൂ, ശബരിമല യുവതീ പ്രവേശന കേസ് വീണ്ടും പരിഗണിക്കുകയാണ് നാളെ സുപ്രീം കോടതി. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാനായി കോടതി ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കണമെന്ന സുപ്രീം കോടതിയുടെ 2018 വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് പരിഗണിക്കുന്നത്. മതാചാരങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഹർജികൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് നാളെ ഹർജികൾ കേൾക്കുക. ഹർജികൾ പരിഗണിക്കാൻ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിലും 9-അംഗ ബെഞ്ചിൽ കേസിന്റെ വാദം എന്നു മുതൽ തുടങ്ങുമെന്നതിലും തിങ്കളാഴ്ച തീരുമാനം ഉണ്ടായേക്കും. തിരഞ്ഞെടുപ്പ് കാലത്ത് യുവതീ പ്രവേശന വിഷയം കോടതി ചർച്ചയാക്കുകയാണ്. ഇത് സർക്കാരിന് നിർണായകമോ എന്നാണ് ചോദ്യം. പ്രിയ പ്രേക്ഷകരെ, നമുക്ക് ഈ യുവതീ പ്രവേശന വിഷയം തുടക്കം മുതൽ ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. വേഗത്തിൽ ഇന്ന് ഹൈ ഫൈവ് നോക്കൂ. സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് 1990 ഒരു വ്യക്തി സമർപ്പിച്ച കത്ത് അത് പിന്നീട് പൊതുതാൽപര്യ ഹർജിയായി ഹൈക്കോടതി പരിഗണിക്കുകയുണ്ടായി. തുടർന്ന് ഹൈക്കോടതി യുവതികളുടെ ക്ഷേത്രപ്രവേശനം തടഞ്ഞു. വിധി വന്നത് 1991 91 കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ മാസം 5-ന്. 1991 കേരള ഹൈക്കോടതി വിധി എന്തായിരുന്നു എന്നാണ്. അതായത് 10 വയസ്സിനും 50 വയസ്സും വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കരുത് എന്നായിരുന്നു അന്നത്തെ കോടതി വിധി. ആചാരപരമായ രീതിയാണ് അത് എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. പിന്നീട് 2006 ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും സുപ്രീം കോടതിയിൽ ഒരു ഹർജി വരികയാണ്. ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ചില സംഘടനകളാണ് സുപ്രീം കോടതിയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നത്. അവർ പറഞ്ഞിരുന്ന കാര്യം നോക്കൂ, സ്ത്രീ പ്രവേശന വിലക്ക് അത് ഭരണഘടനാ അവകാശ ലംഘനമാണോ എന്നായിരുന്നു അവരുടെ വാദം. 2006 നിന്ന് പിന്നീട് 2016 വരുന്നു. 2016 ഈ കേസ് ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടുകയാണ്. സുപ്രീം കോടതി ഈ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് 2016. മതസ്വാതന്ത്ര്യവും സമത്വ അവകാശവും തമ്മിലുള്ള സംഘർഷമാണ് എന്നായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ചർച്ച പിന്നെ നടന്നത്. അങ്ങനെ ഏകദേശം 2 വർഷത്തോളം നടന്ന വാദങ്ങൾക്കപ്പുറം ഭരണഘടനാ ബെഞ്ച് 2018 സെപ്റ്റംബർ 28-ന് ഒരു ചരിത്ര വിധി പ്രസ്താവിക്കുകയാണ്. എന്തായിരുന്നു ആ ചരിത്ര വിധി? ആ ചരിത്ര വിധിയിൽ 4:1 ഭൂരിപക്ഷത്തിൽ കോടതി വിധിച്ചു. അതായത് 5 അഭിഭാഷകരിൽ ഈ 3 പേർ തുല്യ വിധി പറയുകയും ഒരാൾ ഒരു ഭിന്ന വിധി എഴുതുകയും ചെയ്തു. അങ്ങനെ 4:1 ഭൂരിപക്ഷത്തിൽ കോടതി ഒരു വിധി പറയുകയായിരുന്നു. ഈ വിധി അനുസരിച്ച് എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനം അനുവദിക്കുകയായിരുന്നു. ഒപ്പം സ്ത്രീ പ്രവേശന വിലക്ക് അത് ഭരണഘടനാ വിരുദ്ധമെന്നും കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അന്ന് നിരീക്ഷിച്ചു. ഇനി എന്തൊക്കെയായിരുന്നു ഈ ജഡ്ജിമാരുടെ നിരീക്ഷണം എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് പരിശോധിക്കാൻ പോകുന്നത്. നോക്കൂ, ജഡ്ജിമാരുടെ നിരീക്ഷണത്തിൽ ആദ്യം അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ദീപക് മിശ്രയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും തുടങ്ങാം. ദീപക് മിശ്ര വിധി എഴുതിയത് സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്തത് അത് സമത്വ അവകാശങ്ങളുടെ ലംഘനമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ. മതത്തിന്റെ പേരിൽ വിവേചനം അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ഒപ്പം വിശ്വാസവും ആചാരവും അത് ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണമെന്നും അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്ര ഇതിൽ വിധി എഴുതി. രണ്ടാമത്തേത് ജസ്റ്റിസ് RF നരിമാനാണ്. എന്തായിരുന്നു RF നരിമാന്റെ നിരീക്ഷണം? RF നരിമാൻ എഴുതിയത് സ്ത്രീകളെ വിലക്കുന്നത് അത് അടിസ്ഥാന അവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം ക്ഷേത്രം പൊതു ആരാധനാലയത് കൊണ്ട് തന്നെ എല്ലാവർക്കും അവിടെ പ്രവേശനം വേണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു, അദ്ദേഹം നിരീക്ഷിച്ചു. അടുത്തത് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞത് സ്ത്രീകളെ ഒഴിവാക്കുന്നത് ലിംഗവിവേചനമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം. മറ്റൊന്ന് ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയാണ് ഇതിൽ ഒരു വിഭിന്ന വിധി പറഞ്ഞത്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയായിരുന്നു. ഇന്ദു മൽഹോത്രയുടെ നിരീക്ഷണം നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരങ്ങളിൽ, അതായത് പറഞ്ഞ എക്സാക്ട് വേർഡ് എന്താ ചോദിച്ചാൽ മതപരമായ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരങ്ങളിൽ അവിടെ കോടതി ഇടപെടുന്നത് ഒരു തരത്തിലും ശരിയല്ല. മാത്രമല്ല അത് ഭരണഘടനാപരമായ മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ്. എടുത്തു പറഞ്ഞത് ആർട്ടിക്കിൾ 25, 26 ഇവയുടെ ലംഘനമാണ് എന്നായിരുന്നു ഒരു ന്യൂനപക്ഷ വിധി. ഈ വിധിക്ക് പിന്നാലെ, അതായത് ഈ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്ക് പിന്നാലെ നമ്മുടെ സംസ്ഥാനത്ത് വലിയ പ്രതിഷേധങ്ങളും സാമൂഹിക ചർച്ചകളും ഒക്കെയും ഉണ്ടായി. വിധി വന്നതിന് പിന്നാലെ പുനഃപരിശോധനാ ഹർജികൾ സമർപ്പിക്കപ്പെട്ടു. 2018 വിധി വരുന്നു. 2019 പുനഃപരിശോധനാ ഹർജികൾ സമർപ്പിക്കപ്പെടുന്നു. 2019 നവംബർ 14 റിവ്യൂ ഹർജികൾ ആദ്യം എത്തുന്നത്. ഈ ഒരുപാട് പേർ ഇതിനെതിരെ റിവ്യൂ ഹർജികൾ സമർപ്പിച്ചു. പക്ഷേ സുപ്രീം കോടതി ഈ വിധി സ്റ്റേ ചെയ്യാൻ തയ്യാറായിരുന്നില്ല. വിഷയം പിന്നീട് 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് 9-അംഗ ബെഞ്ചിലേക്ക് കോടതി വിടുകയായിരുന്നു.
പിന്നീട് 2020 മുതൽ തൊട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നിയമ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭരണഘടനാ ചോദ്യങ്ങളൊക്കെ പരിഗണിക്കുകയാണ്. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ അന്തിമമായ ഒരു വ്യക്തത വരുത്താൻ കോടതി നീക്കം നടത്തുകയുമാണ്. അപ്പൊ ഇതിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ക്യുക്ക് ആയിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് അതിന്റെ ഒരു നാൾവഴി. 1991 സ്ത്രീകൾക്ക് വിലക്ക് നിയമപരമായി അംഗീകരിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി വരുന്നു. 2018 സുപ്രീം കോടതി ഈ വിലക്ക് റദ്ദാക്കുന്നു. സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് സുപ്രീം കോടതി 2018 റദ്ദാക്കുന്നു. 2019 ഈ വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജികൾ വരുന്നത്. പിന്നീട് അത് ഭരണഘടനാ പരിശോധനകളൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് ഇതുവരെ സംഭവിച്ച ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി ഈ 2018 വിധിക്കു ശേഷം നമ്മുടെ സമൂഹത്തിൽ ശക്തമായ അഭിപ്രായ ഭിന്നതകളുണ്ടായി. അനുകൂല പ്രതികരണം വന്നു, പ്രതികൂലമായുള്ള പ്രതികരണങ്ങൾ വന്നു. അനുകൂല പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും സ്ത്രീകൾക്ക് സമത്വാവകാശം ലഭിക്കണം എന്നുള്ളതായിരുന്നു കോടതി വിധിക്ക് പിന്നാലെ വന്ന അനുകൂല പ്രതികരണം. ഇതിനെ പലരും പിന്തുണച്ച് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. ലിംഗസമത്വത്തിലേക്കുള്ള മുന്നേറ്റമാണ് ഈ ചരിത്രവിധി എന്നായിരുന്നു ഇതിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞത്. ഒപ്പം തന്നെ സ്ത്രീ സംഘടനകളും പുരോഗമന ചിന്താഗതിക്കാരും ഒക്കെയും ഈ കോടതി വിധിക്ക് അനുകൂലമായി രംഗത്ത് വന്നവരാണ്. ഇനി ഇതിനെ പ്രതികൂലിക്കുന്നവരുടെ വാദം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ക്ഷേത്ര ആചാരങ്ങളിൽ കോടതി ഇടപെടുന്നത് ശരിയല്ല എന്നാണ് പല ഭക്തരും നിലപാടെടുത്തൊരു കാര്യം. ശബരിമലയിലെ ആചാരപരമായ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ്. ആചാരപരമായ ഒരുപാട് സാധാരണ ക്ഷേത്രങ്ങൾ പോലെയല്ല, ഒരുപാട് അതിൻ്റെ പ്രതിഷ്ഠയടക്കം ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോടതിയുടെ ഈ ഒരു വിധി അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു പ്രതികൂല പ്രതികരണം വന്നത്. ഒപ്പം തന്നെ വിശ്വാസം നിയമത്തെക്കാൾ പ്രധാനമാണ് എന്നും അവർ അപ്പോഴും നിലപാടെടുത്തു. അതിന് പിന്നാലെ നമുക്ക് അറിയുന്ന പോലെ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഒക്കെ നടന്നതാണ്. 2018 വിധിക്ക് ശേഷം കേരളത്തിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ നടന്നു. ഭക്തർ ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിക്കാൻ ശ്രമിച്ചതൊക്കെ തടയാൻ ശ്രമിച്ചതും അവിടെയുള്ള അടിയും വഴക്കും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടായി. സംസ്ഥാന സർക്കാർ കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചതും സംഘർഷത്തിലേക്ക് പോയി കലാശിച്ചു. ഇതിലെ ഇനി രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്തായിരുന്നു എന്നുകൂടി നമ്മൾ നോക്കണം, അല്ലേ? ഭരണം അന്ന് ഇടത് സർക്കാരിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും തുടങ്ങാം. എന്തായിരുന്നു ഇതിൽ ഇടതുമുന്നണിയുടെ പ്രതികരണം എന്നുള്ളത്? ഇടതുമുന്നണിയുടെ സമീപനം, സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നത് അത് സർക്കാരിന്റെ കടമയാണ് എന്നായിരുന്നു കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെ ഈ ഇടതുമുന്നണി സർക്കാർ LDF പറഞ്ഞ കാര്യം. സ്ത്രീകൾക്ക് സമത്വാവകാശം ഉറപ്പാക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ അപ്പോഴത്തെയും ഇപ്പോഴത്തെയും നിലപാട് എന്ന് ഇടതുമുന്നണി പറഞ്ഞു. സർക്കാർ സുരക്ഷ ഒരുക്കി സ്ത്രീ പ്രവേശനം അനുവദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ശ്രമിച്ചതാണ് കുറേയൊക്കെ സംഘർഷത്തിൽ പോയി കലാശിച്ചത്. ഒപ്പം വനിതാ മതിൽ പോലുള്ള വലിയ പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടു. അന്ന് ഈ വനിതാ മതിലൊക്കെ ഈ ഒരു നവോത്ഥാനത്തിന്റെ ചിഹ്നമായൊക്കെ കാണുകയും വലിയ രീതിയിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. ഇനി ഇതായിരുന്നു ഇടതുപക്ഷത്തിന്റെ നിലപാടെങ്കിൽ UDFന്റെ നിലപാടിലേക്ക് നമ്മൾ പോയാൽ, UDFന്റെ നിലപാട് കുറച്ച് സമതുലിതമായ രീതിയിലായിരുന്നു എന്ന് പറയാം. കാരണം കോടതി വിധിയെ തുറന്നെതിർക്കാൻ UDF തയ്യാറായില്ല. പക്ഷേ വിശ്വാസികളുടെ വികാരത്തെ മാനിക്കണമെന്ന് UDF പറഞ്ഞു. അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ വിധി നടപ്പാക്കൽ രീതിയെയും പിന്നീട് UDF വിമർശിക്കുകയുണ്ടായി. ഒപ്പം വിശ്വാസവും നിയമവും തമ്മിൽ സമാധാനപരമായ പരിഹാരം വേണം എന്നുള്ളതായിരുന്നു UDFന്റെ നിലപാട്. ഇനി അടുത്തത് BJP ആണ്. BJPയുടെ ഇതിലെ സ്റ്റാൻഡ് നമുക്കറിയാം. അവർ സ്ത്രീ പ്രവേശനത്തിനെ ശക്തമായി തന്നെ എതിർത്ത നിലപാടായിരുന്നു അപ്പോഴും ഇപ്പോഴും BJP സ്വീകരിച്ചത്. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നായിരുന്നു BJPയുടെ നിലപാട്. വിശ്വാസ വിഷയത്തിൽ കോടതി ഇടപെടാൻ പാടില്ല. പ്രതിഷേധ സമരങ്ങളിൽ പാർട്ടി സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. അതിനൊപ്പം തന്നെ ഭക്തരുടെ വികാരത്തെ പിന്തുണച്ച് രാഷ്ട്രീയ നിലപാട് പറയുകയും ചെയ്തു BJP എന്നുള്ളതാണ്. ഇതാണ് ഈ ഓരോ മുന്നണികളും സ്വീകരിച്ച നിലപാടുകൾ. ഇനി